ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇടിവെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചെന്നൊക്കെ പറയത്തില്ലോ, ഏതാണ്ട് ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എറണാകുളം വരെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാറിനകത്താണ് പോയത്. കുറെ നാളിന് ശേഷമാണ് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുന്നത്. വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല നടുവേദന. പോയിട്ട് വന്നിപ്പം പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് പണി തന്നു, ഫുഡ് പോയിസൺ ആയി. വീട്ടിൽ എത്തിയപ്പോൾ നല്ല തലവേദന. അതോടൊപ്പം തന്നെ കാറിന്റെ ഡോർ അടച്ചപ്പം കൈ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അടച്ച് ഈ തള്ളവരന്റെ നഖം വെച്ചിട്ടാണ് അടയ്ക്കണത്. ഞാൻ വിചാരിച്ചു ഈ നഖം പോയെന്ന്. ആരുടെയോ ഭാഗ്യത്തിന് നഖം പോയില്ല. അതിൻ്റെ കൂടെ ഫുഡ് പോയിസൺ അടിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറെ ഇഷ്യൂസ്, പിന്നെ പനിയും അടിച്ച് നല്ല കിടുങ്ങലും പനിയും ഉണ്ടായിരുന്നു. അത് വേറെ. അങ്ങനെ മൊത്തത്തില് എല്ലാം കൂടെ ഒരുമിച്ചിഞ്ഞ് വന്ന് തലവേദന, വയറുവേദന, വിറയല്, കൈ പോയി ഇവിടെ വീണു, നടുവേദന. എന്തുപാടേ പ്രാക്കാണ് ഈ പ്ലാച്ചി ശാപം വല്ലതും ആണോ? എനിക്കറിയാൻ പാടില്ല. എന്തുകൊല്ല കൂടോത്രം വല്ലതും ചെയ്ത് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മനുഷ്യനിട്ട് പണിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. സോറി ഗൈസ്. സോ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് കമന്റ് സെക്ഷനിലൂടെയും ഇൻസ്റ്റാഗ്രാം DM-ലൂടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയ ഒരു അവസ്ഥ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാഞ്ഞത്. പറ്റുന്നവർക്ക് കുറെ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എനർജി കുറച്ച് കുറവായിരിക്കും. ഞാൻ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വയറുവേദന ആൻഡ് ഇതിലെ കൂടെ കഴിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. മനസ്സിലായി? കംപ്ലീറ്റ് എന്ത് കഴിച്ചാലും അപ്പൊ പോകും. അതാ അവസ്ഥ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. എപ്പിസോഡ് നമ്പർ 60 ഡേ 59. 60 എപ്പിസോഡ് ആയിട്ടുണ്ട്. രാവിലെ 6:45 അനീഷും ജിസയിലും എണീറ്റു. രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് ഇന്ന് ചിലപ്പോൾ മമ്മി വരും. മമ്മി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് ജിസയിലിന് നല്ല ധാരണയുണ്ട്. ഏതാണ്ട് ആ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരത്ത് വന്ന് പെരുമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യൻ ആൻഡ് ജിസയിൽ ആ ഒരു ബന്ധത്തിന് ഇവിടെ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്ന്, ആര്യൻ ഇപ്പോ ജിസയിലിനേക്കാൾ കൂടുതൽ ലക്ഷ്മിയോട് അടുക്കുന്നു എന്നുള്ളതാണ് ജിസയിലിന്റെ പരാതി. ഒരു കൈൻഡ് ഓഫ് പൊസസീവ്നെസ്. ഇത്ര നാൾ കൂടുള്ള ഒരാളായിരുന്നല്ലോ, കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ലക്ഷ്മി എടുത്താണ് ജിസയിലിനെ അങ്ങോട്ട് സഹിക്കണില്ല. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇവൻ വെറും മണ്ടനാണ് എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും രണ്ടുപേരുടെ തെറ്റിപ്പിരിയാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. ഇന്ന് ജിസയിലിന്റെ വീട്ടിൽ നിന്നും ആര്യന്റെ വീട്ടിൽ നിന്നും വീട്ടുകാർ വന്നപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്നുള്ളതാണ്. ജിസയിലിന്റെ അമ്മ ഒന്ന് മുഖത്ത് നോക്കി പറഞ്ഞു, വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേ പറഞ്ഞു നീ കളിക്കുന്നില്ല, നിന്റെ ഗെയിം വളരെ മോശമാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാനവാസ് ആൻഡ് നെവിൻ ഒരു കോൺവെർസേഷൻ ആണ്. ഈ ഷാനവാസ് വെറും ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പോലെ ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി വേറെ കാണത്തില്ല. അണ്ണന്റെ പരിപാടി ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ ഇപ്പോ നെവിനുമായിട്ടുള്ള പഴയ ആ ഒരു കോംബോ പിടിക്കണം. ഷാനവാസ് അവിടെ കളിക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിനകത്ത് മെയിൻ സ്ട്രാറ്റജിയാണ് കോംബോ പിടുത്തം. അനീഷുമായിട്ടുള്ള കോംബോ, ആദില നൂറായിട്ടുള്ള കോംബോ, അതുപോലെ തന്നെ നെവിനുമായിട്ടുള്ള കോംബോ. അക്ബറുമായിട്ട് ഒരു ഇടിക്കോംബോ ഉണ്ടായിരുന്നു, അത് ബിഗ് ബോസ് ഇടവിട്ട് നിർത്തി. അതിനുശേഷം ആ ഒരു കോംബോ അവിടെ ഇല്ല. അപ്പോൾ നെവിനുമായിട്ടുള്ള ഒരു കോംബോ ഷാനവാസിന് പുനഃസ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷാനവാസ് നെവിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് കേട്ടോ. നീ വലിയൊരു തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നെവിന്റെ മുകളിൽ ആരോപിച്ച ആ ഒരു തെറ്റിപ്പം അത്ര വലിയൊരു തെറ്റായി മാറി ഷാനവാസിന്. ഇത് കഴിഞ്ഞ് പറയുന്ന ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും മികച്ചു നിൽക്കുന്ന എന്താണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം, നമ്മൾ തമ്മിലുള്ള ആ ഒരു കളി, ചിരി, ആ ഒരു കോംബോ. ഇങ്ങനെ പറയുന്ന കോംബോ മനസ്സിലായോ? ഷാനവാസ് ഗെയിമാണ്, വണ്ടർഫുൾ ഗെയിമറാണ്, ഒന്നും പറയാനില്ല. ഈ രീതിയിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ്. അതിനകത്ത് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഗെയിം എത്ര പേര് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. മേ ബി നമ്മളെപ്പോലുള്ള ആളുകൾ വന്ന് പറയുമ്പോഴായിരിക്കും ഷാനവാസ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നെന്ന് വ്യൂവേഴ്സിന് തന്നെ മനസ്സിലാവുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ സാധാരണ ഒരാളായെങ്കിൽ ഒന്നും തോന്നൂല. മനസ്സിലായ? അവര് ഷാനവാസ് കൊണ്ട് ഇത്രയും അടി ഉണ്ടാക്കിയിട്ട് കൊണ്ട് അവനുമായിട്ട് പോയിട്ട് വീണ്ടും കൂട്ടുകൂടാൻ നിൽക്കുന്നു, അവന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് നിൽക്കുന്നതെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഷാനവാസിന്റെ ഗെയിമാണിത്. അതിനുശേഷം വീട്ടുകാർ വരികയാണ്. ജിസയിൽ, ആര്യൻ ആൻഡ് അനുമോൾ. ഇവരുടെ മൂന്നുപേരുടെ വീട്ടുകാരാണ് ഇന്ന് വരുന്നത്. ബിഗ് ബോസ് ഈ വീട്ടുകാരെ സെലക്ട് ചെയ്യുന്നത് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവര് തമ്മിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇന്ററാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആര്യൻ, ജിസയിൽ അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവർക്കെതിരെ ഏറ്റവും കൂടുതൽ നിന്ന് കളിച്ച വ്യക്തിയാണ് അനുമോള്. അനുമോളുടെ പേരൻസിനെ കൂടെ അതിനകത്ത് പിടിച്ച് മാരൊക്കെ മൈൻഡ് ഗെയിം ആണ് കേട്ടോ ബിഗ് ബോസ്. ബിഗ് ബോസ് ആണ് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ മൈൻഡ് ഗെയിം കളിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഒരു കാര്യവും പറയുന്നുണ്ടായിരുന്നു, വീട്ടുകാരകത്തോട്ട് വരുന്ന ആ ഒരു സമയത്ത് മാത്രം ഇവർക്ക് വീട്ടുകാരെ കാണാം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ടാസ്ക് റൂമിൽ പോയിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ
ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്ത പക്ഷം വീട്ടുകാർ തിരിച്ചു പോകും, ഇതാണ് പറയുന്നത്. അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ കാണിക്കാതെ പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു ചീത്തപ്പേര് ഉണ്ടാവത്തില്ലല്ലോ. ആദ്യത്തെ ദിവസം ഷാനവാസും അനീഷും കളിച്ചപ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായി നമ്മൾ ഗെയിം കളിച്ച് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും വീട്ടുകാരെ കാണിക്കും. കാര്യം അനീഷ് അത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടുകാർ വന്നിട്ട് വീട്ടുകാരെ കാണിക്കാതെ വിട്ടു എന്നുള്ളൊരു ചീത്തപ്പേര് മാറും. അതുകൂടാതെ ഗെയിം കളിച്ചില്ലെങ്കിലും ബിഗ് ബോസ് വീട്ടുകാരെ കാണിക്കും എന്നുള്ള ഒരു കണ്ടസ്റ്റൻസിന്റെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, അതും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം വരുന്ന ആ ഒരു മൊമെന്റിൽ വീട്ടുകാരെ ഒന്ന് കാണിച്ചിട്ട് ആ സമയത്ത് തന്നെ ടാസ്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ഗെയിം കളിപ്പിക്കുന്നത്. ആദ്യം ഹൗസിലോട്ട് വരുന്നത് ജിസൈലിന്റെ അമ്മയാണ്. അമ്മ വരും. അമ്മ വന്നപ്പോൾ തന്നെ പോയി കെട്ടിപ്പിടിക്കും. ചെവിയിൽ പറയുന്നത് നന്നായിട്ട് കളിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെയാണ് പറയുന്നത്. ഇതേ സമയം നമ്മുടെ ആര്യൻ പോയിട്ട് ഈ അമ്മയുടെ കാലിൽ തൊട്ട് വീഴും. അതൊന്ന് വെക്കാവേ, നോക്കിക്കോണേ. ആര്യൻ വേണ്ട പോയി കാലേ തൊട്ട് തൊഴുന്നു. അമ്മ എന്തുവാ നീ കാണിക്കുന്നേ എന്നും പറഞ്ഞ് അമ്മ കണ്ട് അപ്പുറത്തേക്കുന്ന ആരാണ്ടെ കയ്യും പൊക്കി കാണിച്ച് അവനെ മൈൻഡ് പോലും ചെയ്യാൻ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി അങ്ങ് വിടും. ആര് സൈഡ് മാറിയിരിക്കും. കള്ള പട്ടി വില പോലും തന്നില്ല എന്നുള്ള രീതിയിൽ ആര്യനെ മൈൻഡ് ചെയ്യത്തില്ല. ജിസേലിനെ ഇത്രയും ദ്രോഹിച്ച അനുമോളെ വരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും ജിസേലിന്റെ അമ്മ വന്നിട്ട്. എന്നിട്ട് ആര്യനെ കോളം ബീച്ച് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചിട്ട് അതിനുശേഷം ജിസേലിന് മറ്റേ ടാസ്ക് കൊടുക്കും. ടാസ്കോ ജിസേല് ഭയങ്കര കഷ്ടപ്പെട്ടാണ് കേട്ടത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ജിസേല് കുറെ കഷ്ടപ്പെട്ടാണ്ട് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജിസേല് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല ബിഗ് ബോസ്, പിന്നെ എങ്ങനെയൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടി വെച്ചു. അങ്ങനെ ഏറ്റവും അവസാനം അത് ഒരുവിധം കംപ്ലീറ്റ് ആക്കി പുറത്ത് വന്നു. അതിനുശേഷം ജിസയിലും അമ്മയും കൂടെ പുറത്തിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അമ്മ എല്ലാവരെയും മീറ്റ് ചെയ്തു, ആര്യനെ മീറ്റ് ചെയ്തില്ല. എന്തുകൊണ്ട്? അവൻ കാല് തൊട്ടാൻ വന്ന സമയത്ത് അമ്മ അവനെ അവോയ്ഡ് ചെയ്തല്ലോ. അമ്മ പറയുന്നുണ്ട് ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല, അവനെ കണ്ടില്ല, ഞാൻ കൈ കൊടുക്കാൻ നിന്നപ്പോൾ അവനെ ഓടിക്കളഞ്ഞു, ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവര് പോകാൻ നേരത്ത് ആര്യൻ പിന്നെയും വന്നിട്ട് ജിസേലിന്റെ അമ്മയുടെ കാല് വീഴുന്നുണ്ട്. അതോടെ ഞാൻ വെക്കാം. കണ്ട എങ്ങനെ കാലി വീണിട്ടും തലയിലൊക്കെ തൊട്ട് ഒരു കയ്യെങ്കിലും ദൂരെ നിന്നിട്ടാണ് തൊടുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പ്ലേ വെൽ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞടന്നങ്ങ് പോകും. കെട്ടിപ്പിടിക്കുകയോ ഒരു ഉമ്മ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെയുള്ള എല്ലാവരെയും ഓടി കിടന്ന് പുള്ളിക്കാരത്തി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആര്യൻ പുള്ളിക്കാരത്തി ജിസേലിനേക്കാളും കിടിലൻ പ്ലെയർ ആണ്, ഉള്ള കാര്യം പറയാമല്ലോ. ജിസേൽ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്റെ അമ്മ വന്നിട്ട് എനിക്ക് സുഖമാണെന്നോ ഐ മിസ് യുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. വന്ന് പറഞ്ഞത് നീ മര്യാദയ്ക്ക് കളിക്കുന്നില്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ഒരു സാധനമാണ് പറഞ്ഞതെന്നാണ് ജിസേൽ പറയുന്നത്. ആദിലെടുത്ത് നൂറെടുത്തും ജിസേൽ ഇരുന്ന് പറയുന്നുണ്ട് എന്റെ മമ്മി വന്നിട്ട് ആര്യനെ അവോയ്ഡ് ചെയ്തു. അന്നേരം ആദിലയും പറയുന്നുണ്ട് വലിയ മൈൻഡ് ആക്കിയില്ല അങ്ങോട്ടില്ലേ, അവോയ്ഡ് ചെയ്ത് വിടുന്ന പോലെ തോന്നി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഒരു ഡൗട്ട്, ആര്യന് 23 വയസ്സാണോ അതോ 26 വയസ്സാണോ? ആര്യന് 23 വയസ്സാണ് എന്നായിരുന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ജിഷിൻ വന്നപ്പോൾ പറഞ്ഞത് 27 വയസ്സെന്നാണ്, ഒനിയിൽ വന്നിട്ട് പറഞ്ഞത് 26 വയസ്സെന്നാണ്. അപ്പൊ ഇവർക്കൊരു സംശയം 23 ആണോ 26 ആണോ എന്ന്. ഈ സാധനം ആര്യന്റെ വീട്ടിൽ നിന്ന് ആര്യന്റെ ബ്രദർ വരുന്നുണ്ട്, ബ്രദറും അമ്മയും കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന അവരുടെ ഫാമിലിയാണ്. അന്നേരം ബ്രദറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഹൗ ഓൾഡ് ആർ യു? അന്നേരം ബ്രദർ പറയുന്നുണ്ട് 26 ഇയേഴ്സ്. അപ്പൊ മനസ്സിലായി പുള്ളിയാണ് മൂത്തത്, ആര്യന് ഓൾറെഡി ഇളയതാണെന്ന് അറിയാം. അന്നേരം അതിൽ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് 3 ഇയേഴ്സ് ചെറുതാണല്ലേ? അന്നേരം പുള്ളി പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് 2.8 ഇയേഴ്സ് ആണ് ചെറുതെന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തില് ജിസൈലിന് ആര്യനോടുള്ള ഒരു ട്രസ്റ്റും വിശ്വാസമൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളില്ലാത്ത ഒരു ഏജിന്റെ പ്രശ്നം വരെ ഇപ്പോൾ എടുത്തിടുന്നത്. ഇപ്പൊ 27 വയസ്സെന്ന് ജിഷിൻ വന്ന് പറഞ്ഞ സമയത്ത് ജിഷിൻ പോയിട്ട് ഒരു വീക്കായി, എന്നിട്ട് ഇപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള ചർച്ച വരുന്നത്. കാര്യം പുള്ളിക്കാരത്തേക്ക് ഒരു കല്ലുകടി ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്ത് ലക്ഷ്മിയെ പറ്റി, ലക്ഷ്മി എടുത്താണോ ഇപ്പൊ കൂടുതൽ കമ്പനി എന്നൊക്കെ. ഇനി നമുക്ക് ആര്യന്റെ ഫാമിലി വരുന്ന ആ ഒരു സംഭവം കാണിക്കാം. ആര്യന്റെ ബ്രദറാണ് ആദ്യം വരുന്നത്. പുള്ളി സ്റ്റോർ റൂമിൽ കൂടെ അകത്തോട്ട് കയറിയായിരുന്നു. ഇതേ സമയം ആര്യനെ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് വിളിച്ചേക്കാണ്. ബിഗ് ബോസ് ആര്യന്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തായാലും സന്തോഷമില്ലാത്തത്. ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ഒരു ഡൗൺ ഫീലിംഗ് ആണ്. അത് വേറൊന്നുമല്ല, ജിസൈലിന്റെ അമ്മ വന്നില്ലയോ അതിന്റെയാ. ജിസൈൽ ഇരുന്ന് അതിലെടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്റെ അമ്മ വന്നിട്ട് ഇവനെ വല്ലതും പറയുമോന്നായിരുന്നു എന്റെ പേടി, ദൈവാധീനം കൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന്. ഇതിനുശേഷം മെയിൻ ഗേറ്റിൽ കൂടാണ് ആര്യന്റെ അമ്മ കടന്നു വരുന്നത്. ഈ അനുമോൾ ഉണ്ടല്ലോ, എല്ലാവരും വരുന്ന സമയത്ത് അനുമോളാണ് ഓടി ചെന്ന് ആ ഒരു ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആരുടെ ഫാമിലി വരുന്നെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ അനുമോള് തന്റെ ഫാമിലി ആണോ വരുന്നത് തന്റെ ഫാമിലി ആണോ വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോയ ഒരു ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നത്. അവസാനം ബിഗ് ബോസ് ഇട്ട് നല്ലൊരു പണിയെടുക്കും, അത് ഞാൻ പറയാം. അപ്പൊ ആര്യന്റെ അമ്മ വന്ന് ആദ്യം അനുമോളെയാണ് കാണുന്നത്. അനുമോളെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഓടി പറഞ്ഞു പോയി കെട്ടിക്കുന്നുണ്ട്. അതിനുശേഷം വന്നപ്പോ തന്നെ മൈ ഡോട്ടേഴ്സ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദിലെ നൂറയും പുള്ളിക്കാരത്തി പോയി കെട്ടി
കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഓൾമോസ്റ്റ് 3 ടൈംസ് ഇവരെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ആര്യന്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വരാം, നിങ്ങളെ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരത് വളരെ ജെന്യൂൻ ആയിട്ട് പറയുന്ന പോലെ തോന്നി. കാര്യം അവർ ഒരു വട്ടം പറഞ്ഞങ്ങ് വിട്ടതല്ല, അവരാ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 3 വട്ടം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വരാം, എനിക്ക് പെമ്മക്കളില്ല, ഞാൻ നിങ്ങളെ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ. ആര്യന്റെ അമ്മ കൊള്ളാം കേട്ടോ, ഭയങ്കര ജില്ലാണ്, ഭയങ്കര ജോളി സെറ്റപ്പ് ആണ് കേട്ടോ. അതിനുശേഷം ആര്യനെ ടാസ്ക് റൂമിലോട്ട് വിളിക്കും. ആര്യൻ ടാസ്ക് ഒക്കെ ചെയ്യാൻ പൊളിയാണ്. ആ പുള്ളി കേക്ക് വെക്കാരാണ്, പെട്ടെന്ന് ചെയ്തിട്ട് കയറി പോകും. ഈ അകത്ത് എന്നിട്ടും ഇവർ ഈ പറയുന്ന സമയത്ത്, ഇവരെ ആദിലെ നൂറയും എന്റെ മക്കളാണെന്ന് പറയുന്ന സമയത്ത് ആര്യൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ജിസേലിനെയും കൂടെ അഡോപ്റ്റ് ചെയ്യാൻ. അന്നേരം ആര്യന്റെ അമ്മ പറയുന്നുണ്ട്, അത് വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ, ജിസേൽ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ അങ്ങനെയാണ് അവളെ കാണുന്നത് എന്നുള്ള രീതിയിലാണ്, അവരെ പെങ്ങളായിട്ട് കാണുന്നില്ല എന്നാണ് ആര്യന്റെ അമ്മ പറയുന്നത്. പിന്നെ ആര്യന്റെ ബ്രദറിന് ഒരു ആഗ്രഹം, അനുമോടെ പ്ലാച്ചിയെ കാണണമെന്ന്. അനുമോടെ പ്ലാച്ചി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, എല്ലാരും വരുമ്പോഴത്തേക്ക് അനുമോടെ പ്ലാച്ചിയെ പറ്റി തിരക്കുന്നുണ്ട്. ആര്യന്റെ ബ്രദർ നൈസാണ്, നല്ല മനുഷ്യനാണ്, അടിപൊളിയാണ്. എനിക്കൊന്ന് ആര്യനേക്കാളും കുറച്ചും കൂടെ സെറ്റാണ് ആര്യന്റെ ബ്രദർ. ആര്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബ്രദറിന്റെ അടുത്ത്, എന്താണ് പുറത്ത് ഞാൻ സൂപ്പറാണോ നല്ലയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ കുഴപ്പമൊന്നുമില്ല, നീ നല്ലതെല്ലാം കളിച്ചാൽ മതി, പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും അറിയത്തില്ല, അതെന്തല്ലോ ആയിക്കോട്ടെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ ബിഗ് ബോസിന്റെ റൂൾസ് അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ എന്നാണ് ആര്യന്റെ ബ്രദർ പറയുന്നത്. പുള്ളി ഭയങ്കര ചില്ലി മനുഷ്യൻ. അതിനുശേഷം ജിസൈലിന്റെ അമ്മ പുറത്തു പോവുകയാണ്. പിന്നെ ആര്യന്റെ അമ്മയും ജിസൈലും കൂടി സംസാരിക്കുന്നുണ്ട്. ആര്യന്റെ അമ്മയും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ, പ്ലേ ഇൻഡിവിജ്വലി. ജിസൈൽ പറയുന്നുണ്ട്, എന്റെ അമ്മ വന്നിട്ടും ഇത് തന്നെയാണ് പറഞ്ഞത്. രണ്ടുപേരുടെ ഫാമിലി വന്നിട്ടും പറയുന്ന ഒരു കാര്യം ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ്. ഇപ്പോഴാണ് രണ്ടുപേർക്കും ബോധോദയം വെച്ചത്, അത്ര നല്ല രീതിയിലല്ല ഇവരുടെ ഒരു കോംബോ പുറത്തോട്ട് പോകുന്നത്. കോംബോ പിടിക്കാൻ ഷാനവാസ് തന്നെയാണ് ബെറ്റർ. ഷാനവാസിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കോംബോ കളിയിൽ ബെസ്റ്റ്. ഇതിനുശേഷം അനുമോളുടെ വീട്ടുകാര് അകത്തോട്ട് വരികയാണ്. അനുമോള് ഓടിച്ചെന്ന് അവന്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. അനുമോൾ അവിടെ നിന്ന് മുട്ടൊക്കെ കുത്തിയിരുന്ന് കൈയൊക്കെ കൊട്ടി വരവേൽക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്, അനുമോൾ ടാസ്ക് റൂമിലോട്ട് വരും. അവര് വരുന്നത് അനുമോളെ കാണിക്കാതെ അനുമോളെ ടാസ്ക് റൂമിലോട്ട് വിളിക്കണം. ബിഗ് ബോസ് ഈ കാണിക്കുന്ന മഹാപോകൃതരമാണ്. പാവപ്പെട്ട അനുമോള് രാവിലെ തൊട്ട് ഓരോ വീട്ടുകാർ വരുമ്പോഴും ആദ്യമേ ഗേറ്റിനടുത്ത് പോയി നിൽക്കുന്നത് അനുമോളാണ്. എന്നിട്ട് അനുമോളുടെ വീട്ടുകാർ വന്ന സമയത്ത് അനുമോളെ അവരെ കാണിക്കാതെ നൈസായിട്ട് ടാസ്ക് റൂമിലോട്ടും കൊണ്ടുപോയി. അതും പറഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന്. എന്നിട്ട് അനുമോളുടെ ഈ ഓവർ എക്സൈറ്റ്മെന്റ് കണ്ടോണ്ടാണെന്ന് തോന്നുന്നു ഒരുമാതിരി സൈക്കോ തരം ബിഗ് ബോസ് കാണിക്കുന്നത്. അനുമോള് കരഞ്ഞ് മെഴുകിക്കൊണ്ട്, അല്ലേ ബിഗ് ബോസ് എന്റെ അടുത്ത് ഇങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ തെറി വിളിച്ചോണ്ട് ടാസ്ക് റൂമിലോട്ട് പോകും. അങ്ങനെ അനുമോളുടെ അമ്മ ആൻഡ് അനുമോളുടെ ഏതോ ഒരു ചേച്ചി അകത്തോട്ട് വരികയാണ്. വന്നപ്പോ തന്നെ ആദിലെ നൂറയും രണ്ടുപേരെയും അനുമോളുടെ അമ്മ കെട്ടിപ്പിടിച്ച് ചറ ഉമ്മ കൊടുക്കുന്നുണ്ട്. ഈ ആദിലേക്കും നൂറയ്ക്കും വീട്ടുകാർ വന്നില്ലെങ്കിൽ എന്താ, ഈ വരുന്നവരെല്ലാരും ഇവരെ അങ്ങ് ദത്തെടുത്തോണ്ടാണ് പോകുന്നത്. എല്ലാവരും വന്നിട്ട് ആദിലും നൂറയ്ക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും. അത് സത്യം പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് അനുമോൾക്ക് ടാസ്ക് കൊടുക്കുകയാണ്. അനുമോള് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അനുമോളുടെ മനസ്സങ്ങ് പുറത്താണ്. ഞാൻ ഇപ്പൊ വരാ കേട്ടോ എന്ന് ക്യാമറയെ നോക്കി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഈ ടാസ്ക് ചെയ്യുന്നതിനിടയ്ക്ക് പുള്ളിക്കാരുടെ ഇതൊക്കെ മാറിപ്പോയി. ബിഗ് ബോസിന് പകരം BSOS എന്നൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പുള്ളിക്കാരത്തി. പിന്നെ രണ്ടാമത്തെ ടാസ്കും പെട്ടെന്ന് തന്നെ ചെയ്യും. പുള്ളിക്കാരത്തി അകത്തോട്ട് പോകും. അത് കഴിഞ്ഞ് ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്, ഉമ്മ ഓടുകയാണ്. അനുമോളുടെ അമ്മ കോമഡിയാണ്. വന്നപ്പോൾ തന്നെ ആദ്യം പറയുന്ന കാര്യം, അനുമോളെ കരയില്ല. അമ്മയും കരയുന്നുണ്ട്, അനുമോളും കരയുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത് അനുമോളെ കരയില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും പറയും അനുമോളെ നീ കരയില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും പറയും അനുമോളെ നീ കരയില്ല. പുള്ളിക്കാരത്തി ഇതല്ലാതെ ഒന്നും പറയുന്നില്ല, അനുമോളെ നീ കരയില്ല, അനുമോളെ നീ കരയില്ല. ഇതായിരുന്നു പോകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, അനുമോളെ നീ കരയില്ല. പിന്നെ അനുമോള് അമ്മയെടുത്തും ചേച്ചിയെടുത്തും ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, പുറത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് ഒന്നും അറിയണ്ട. കാര്യം പുറത്തെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കളിക്കാൻ ഇവിടെ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും പുറത്തെ കാര്യം അറിയണ്ട, ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് വിടും. അങ്ങനെ അനുമോളുടെ ഫാമിലി വന്ന് ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു ഹിന്റും, നീ നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയായിട്ടാണോ കളിക്കുന്നത് ഒന്നും പറയത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആര്യന്റെ അമ്മ ആൻഡ് ഫാമിലി പോകും. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് അനുമോളുടെ ഫാമിലിയും അവിടുന്ന് പോകും. അതിനുശേഷമാണ് അക്ബർ ആൻഡ് അനീഷ് തമ്മിൽ കിച്ചണിൽ അടി ഉണ്ടാവുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചപ്പാത്തിക്കകത്ത് വെള്ളം കൂടുന്നത് കാരണം ചപ്പാത്തി പരത്തിയിട്ട് ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ഇവരവിടെ വട്ടത്തിൽ നിന്ന് ചപ്പാത്തി കുഴക്കുന്നതിന് ഇടയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി തുപ്പല് തെറിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ പകുതി വെള്ളം ആ ചപ്പാത്തിക്കകത്ത് കൂടുന്നത് ഒഴിവാക്കാൻ പറ്റും. ഈ അനീഷിന് പിന്നെ വേറൊരു കുഴപ്പമുണ്ട്, വേറൊരാള് പറയുമ്പോൾ ആ ഒരു തെറ്റ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പുള്ളി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യൂല. ആ ചപ്പാത്തിക്കകത്ത് വെള്ളം കൂടുന്നു,
അതൊരു ചപ്പാത്തി ഇങ്ങനെ പരത്തിയിട്ട് അടുക്കി വെക്കുമ്പോൾ രണ്ടെണ്ണം തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണ് പ്രോബ്ലം. എന്നെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് കുഴയ്ക്കാം എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവിടെ പ്രശ്നം തീർന്നു. ഇത് അവിടെ കിടന്ന് അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കുക. പക്ഷെ ഇവിടെ അനീഷിന്റെ അണ്ണാക്കിലടിക്കും അക്ബർ കേട്ടാ. അനീഷിന് ഒന്നും മിണ്ടാൻ പറ്റാതായി പോകും. ഒന്ന് പോടാന്ന എന്താണ് അക്ബർ ഇങ്ങനെ ആ ഒരു ഫ്ലോ എങ്ങ് പോയി, പുള്ളി ഒന്ന് ഫോമായി വന്നതാണ്. ഒന്ന് പോടാ, ആ നിപ്പ് കാണണം, കോമഡിയാ. നോക്കിക്കോണേ, ഇങ്ങനെ ഫോമായി വരുമ്പോഴാണ് പോടാ വിളി. അണ്ണാക്കി പിരിവെട്ടി പോലായി പോകും. ഈ ലക്ഷ്മി ഇപ്പൊ അതിന്റെ അകത്ത് എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പൊ നോക്കിയാലും ബീൻ ബാഗിനകത്ത് അഭയം പ്രാപിച്ച് അവിടെ കിടക്കുന്നതാണ്. ഇവളും അവിടെ ബീൻ ബാഗ്, ഒരു മാങ്ങാത്തൊലി അവിടെ ചെയ്യുന്നില്ല. മറ്റേ ഒനിയലിന്റെ ഇഷ്യൂവിന് ശേഷം ലക്ഷ്മി ഊമയായി ഗൈസ്. ലക്ഷ്മിക്ക് ഇപ്പൊ ഒന്നും അവിടെ സംസാരിക്കാനില്ല. ആരെങ്കിലും അങ്ങോട്ട് അണ്ണാക്കിലിട്ട് കോരിട്ട് കുത്താൻ ചെന്നാലും ലക്ഷ്മി ഇന്നലെ ഷാനവാസ് അവിടെ നിന്ന് ചൊറിയുന്നുണ്ട്, തമ്പ്രാട്ടി എന്ന് വിളിച്ചിട്ട്, എന്നിട്ട് പോലും പ്രതികരിക്കുന്നില്ല, മിണ്ടാതിങ്ങിയിരിക്കുകയാണ്. എന്തിനാണോ എന്താ ഇവളൊക്കെ വോട്ട് ചെയ്യരുത് പറഞ്ഞു വിടാൻ നോക്ക്. ഈ എന്തിനാണ് വെറുതെ? ഇവക്കൊക്കെ വോട്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ഇവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല, ഈ LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള വിരോധം കൊണ്ട് വോട്ട് ചെയ്ത് ഇവിടെ നിർത്തുന്നതാണ്. ഇവള് അട്ടർ ഫേക്ക് ആണ്. ഈ ആദിലെടുത്ത് 100 എടുത്തൊക്കെ ഇപ്പൊ എന്തോരം കിടിലോട്ടാണ് സംസാരിക്കുന്നത്. ഇന്നലെ ജാസ്മിൻ മൂസ വന്നപ്പോ അവരെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവക്കൊന്നും ഈ LGBT കമ്മ്യൂണിറ്റിയോടൊന്നും ഒരു കുഴപ്പമില്ല, വെറുതെ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടായി സാധനം എടുത്ത് ഇട്ടതാണ്, വീട്ടിൽ കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വെറും ഫേക്ക് ആണ് കാണിക്കുന്നത്. ഇത്രയും വിരോധം കൊണ്ട് നടക്കുന്ന ഒരുത്തിയാണെങ്കിൽ അടുപ്പിക്കത്തില്ല ഈ ആദിലെ നൂറയും അതുപോലെ തന്നെ ബാക്കി ടീംസിനെ ഒന്നും. നെവിനെ പോലും അടുപ്പിക്കത്തില്ല. നെവിനാണ് ഇപ്പൊ അവിടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നടക്കണേ. ഫേക്ക് ആണ്. അതിനുശേഷം സ്വർഗത്തിലെ കട്ടറും പോവാൻ വേണ്ടിയിട്ട് നെവിൻ പുതപ്പും ചൂടിക്കൊണ്ട് ബിന്നിയുടെ ഹസ്ബൻഡിന്റെയും ഇടയ്ക്കോട്ട് ചെല്ലുകയാണ്. സത്യം പറയാലോ, ഈ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ വലുത് വരുമെന്ന് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ബിന്നിയുടെ ഗെയിം കുറച്ചും കൂടെ അപ്പാകുമെന്ന് വിചാരിച്ചു. ബിന്നിയെ അങ്ങ് പുതപ്പിനകത്ത് ഒതുക്കി കളഞ്ഞു പുള്ളി. സത്യമായിട്ട് ബിന്നിയുടെ ഇങ്ങനെ പോയ ഗ്രാഫിനെ ഇങ്ങനെ കൂപ്പ് കുത്തിക്കാൻ പുള്ളിയുടെ വരവിന് സാധിച്ചു. പറന്ന് നടന്ന ബിന്നിയെ പിടിച്ച് പുതപ്പിനകത്തിട്ട അവസ്ഥയായി പോയി. അതിനുശേഷം അക്ബറും ജിസയിലും തമ്മിൽ ചർച്ച. അത് കഴിഞ്ഞ് ജിസയിലും മുനീറും തമ്മിൽ ചർച്ചാ വിഷയം ആര്യനാണ്, ആര്യന്റെ കൂടെയുള്ള കിടപ്പാണ്. ആ ഒരു കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി വരാനുണ്ട്. ഇവിടെ ആരാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അക്ബറാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതോ ഒനീലാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്കൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും ആര്യനും ജിസയിലും വേർപിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. രണ്ടുപേരും രണ്ട് കട്ടിൽ കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അനുമോളായിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. പാവം അനുമോൾ ഇത്ര നാൾ എന്തൊക്കെയോ ഷോ കണ്ടിട്ടാണ് കടന്നുറങ്ങിയിരുന്നതെന്നാണ് അനുമോൾ പറയുന്നത്. ഇനിയിപ്പോ ഇവര് സ്ഥലം മാറി കടന്നു കഴിഞ്ഞാൽ അത് പറ്റൂലല്ലോ. അതുകൊണ്ട് അനുമോൾക്ക് ഭയങ്കര വിഷമമായിരിക്കും കേട്ടാ. എന്താണെങ്കിലും ഫാമിലി വീക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവുന്ന രണ്ട് വ്യക്തികൾ ജിസയിലും ആര്യനും ആയിരിക്കും. ഇൻഡിവിജ്വൽ ഇന്ന് കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൊള്ളാം, അല്ലെങ്കിൽ തീർന്ന് ഒരു 70 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ജിസയിലിനെ പാക്ക് ചെയ്യാൻ പറ്റും. ആര്യൻ ആക്ച്വലി നല്ല പ്ലെയർ ആണ്. ആര്യൻ ഇവിടെ ഈ പാവാടത്തും പിടിച്ചില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 90 ദിവസമൊക്കെ നിൽക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. കപ്പൊന്നും അടിക്കൂല, അത് വേറെ കാര്യം. പക്ഷെ നേരത്തെ ഔട്ടായി പോവുകയാണെങ്കിൽ അതിന്റെ വൺ ഓഫ് ദ റീസൺ ഈ ഒരു കോംബോ തന്നെയാണ്. എന്താണെങ്കിലും ജിസൈലിന്റെ അമ്മ വന്നതിന് ശേഷം ആര്യനും ജിസൈലിനും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു എനർജി ഇല്ലായിരുന്നു, എനിക്കറിയാം, വയ്യായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ.